എങ്ങോട്ടാടോ നമ്മുടെ നാടിൻ്റെ പോക്ക്? അന്ന് ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരുന്ന കത്തിൻ്റെ നെഞ്ചത്തിരുന്നേനെ. ആ റാഗിങ് കേസിലൊരു പയ്യനെ കൊല്ലാക്കൊല ചെയ്തവനല്ലേ? അവൻ വർഷങ്ങളായിട്ട് ലഹരിക്ക് അഡിക്റ്റാ. അന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാ ഇന്ന് സബ് ജയിലിൽ കിടക്കുന്നത്. MBBS 2ാം വർഷ. എന്ത് ചെയ്യാനാ? വി വാണ്ട് ടു ബി എ ലിറ്റിൽ മോർ വിജിലൻറ്റ്. ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയ സർവേ അനുസരിച്ച് ഇങ്ങനെയുള്ള 99% കുട്ടികളുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. ഇനി താൻ പേരൻസിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ കണക്ക് കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഓക്കെ സർ. ആ പയ്യൻ നാളെ ജാമ്യത്തിൽ ഇറങ്ങുമല്ലേ? എന്താവോ എന്തോ. അതെ അതെ, അതിനു മുമ്പ് ഞാൻ ആ ജയിൽ മിനിസ്റ്റർക്ക് വരുന്ന മെയിൻ പുള്ളിക്കാരനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്തോ സ്പെഷ്യൽ യാത്രയിലാന്ന് തോന്നുന്നു. ബട്ട് ഹി വിൽ കം. എന്തായാലും അവർ ചെയ്യുന്നത് നല്ലൊരു കാര്യം കേട്ടോ. ഷുവർ, ദാറ്റ്സ് എ ഗ്രേറ്റ് കംഫർട്ട് ആൻഡ് ഓഫ് ഫോർ ദം. ആ MBBSകാരൻ ചിലപ്പോൾ കേസിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ അപ്പൻ നല്ല സ്വാധീനമുള്ളവനാ. അയാൾ അഡ്വക്കേറ്റ് രേഖയെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് സർ. ആ രേഖ മാഡം വേറൊരു ലെവലാ. അതെനിക്കറിയാടോ. മാഡം ആളൊരു പുലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ സുഖമായിട്ട് ഈ കേസ് ജയിക്കാം. വെറുതെ വേണ്ട, മാഡം പറയുന്ന തുക ഞാൻ തരാം. കൊള്ളാം. പണത്തിന്റെ ഉന്മാദം. സാറൊരു കോടീശ്വരനായതുകൊണ്ട് തന്നെ സാറിനെ പോലെയുള്ളവർ ഇവിടുത്തെ മേലാളന്മാർക്ക് ഈശ്വരനാ. പക്ഷെ എനിക്ക് സത്യമാണ് സാർ ഈശ്വരൻ. പണത്തിന്റെ സ്വാധീനത്തിന്റെ ഈ കൊഴുപ്പിൽ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി വാദിച്ച് ആ സത്യം പുനർജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് സാറിനെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ മക്കള് വഴിപിഴയ്ക്കുമ്പോൾ ന്യായീകരിക്കുക, പണം കൊടുത്ത് ഒതുക്കി തീർക്കുക, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് തിരുത്തിയവനെ കൊല്ലാക്കൊല ചെയ്യുക, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അങ്ങ് മകന് കൊടുത്ത സ്നേഹവും പ്രോത്സാഹനവുമാണ് സർ അവനെ ഇവിടം വരെ എത്തിച്ചത്. അങ്ങനെയാകുമ്പോ മകനേക്കാൾ കുറ്റക്കാരൻ അപ്പനാണെന്ന് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് പറയേണ്ടി വരും. വാട്ട് യു മീൻ? വളർത്തുദോഷം, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് മകന്റെ പേരിലിട്ടിരിക്കുന്ന ക്രൈം എന്തൊക്കെയാണെന്ന് അറിയാലോ? ഹൈബ്രിഡ് കഞ്ചാവ് ഏജന്റ്, അതിക്രൂരമായ റാഗിംഗ് കേസിൽ 2ാം പ്രതി, സെക്ഷൽ ഹറാസ്മെന്റ്. ഇതൊക്കെ അങ്ങ് കാശിന്റെ ബലത്തിൽ വെള്ളപൂശുമ്പോ ബലിയാടാവുന്നത് സാധുക്കളായ പേരൻസിന്റെ സാധുക്കളായ മക്കളാ. ഈ കൊലച്ചതിയൊക്കെ ചെയ്തിട്ട് എങ്ങനെ കിടന്നുറങ്ങും സർ? അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ കേസ് വാദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാഡം പ്ലീസ്, ഈ സൊസൈറ്റിയിൽ എന്റെ സ്റ്റാറ്റസ്. സ്റ്റാറ്റസ്? പാരന്റ്സ് സ്റ്റാറ്റസും പ്രിവിലേജും ഒക്കെ നോക്കി പോകുമ്പോ നിങ്ങളുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പാരന്റ്സിന്റെ കണ്ണുകളിൽ നോക്കി അവൻ പറയൂ അവന് നിങ്ങൾ ഈശ്വരതുല്യരാണെന്ന്? അവനെ മനസ്സറിഞ്ഞ് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? അവനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? മാഡം കാര്യം അറിയാതെ സംസാരിക്കരുത്. അവന്റെ ഒരാവശ്യവും ഇതുവരെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഒന്ന് നുള്ളി പോലും ഞങ്ങൾ അവനെ നോവിച്ചിട്ടില്ല. തെറ്റിപ്പോയി സർ. പ്രായപൂർത്തി ആവുന്നതിന് മുൻപ് നിങ്ങൾ കൊടുക്കാതെ പോയ ശിക്ഷണമാണ് പ്രായപൂർത്തിയായപ്പോ പോലീസുകാരും നാട്ടുകാരും കൂടെ അങ്ങ് കൊടുത്തത്. സാറിന് പറ്റുമെങ്കിൽ അവന്റെ താഴെ 2 ആൺകുട്ടികളും കൂടി വളർന്നു വരുന്നില്ലേ? അവർക്ക് നല്ലൊരപ്പനാവാൻ നോക്ക്. തിരക്കിന്റെ ലോകത്ത് ജീവിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയിയായ അമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം. മാഡത്തിന് എന്റെ ഫാമിലി എങ്ങനെ അറിയാം? ഞെട്ടണ്ട, സാറിന് എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആ MBBSകാരൻ 9ാം ക്ലാസ്സുകാരനായിരുന്നപ്പോ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് സ്കൂൾ വരാന്തയിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു ഡേവിഡ് മാഷിനെ ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ മകളാ ഞാൻ. അന്ന് ഞാനിവിടെ ഇല്ല, എബ്രോഡായിരുന്നു. ഞായറാഴ്ച കുർബാന പോലും കട്ട് ചെയ്ത് താലോലിച്ച് വളർത്തിയ അപ്പനും അമ്മയും, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും 1000കണക്കിന് ഫ്രണ്ട്സ്, ഇഷ്ടം പോലെ പണം, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആകെ തുകയാ ഇന്നത്തെ ഈ ഞാൻ. ആ പുസ്തകം ഒന്ന് വായിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. ഇവിടെ ഓടി നടക്കാണ്ട് മോളിൽ പോയിരുന്ന് പഠിക്ക്. അപ്പൂ, അപ്പച്ചൻ ഇന്നാളെ തന്ന ബൈബിളും കൂടെ എടുത്തു വെച്ചോ. തൽക്കാലം അവനൊരു മണ്ണാങ്കട്ട എടുക്കുന്നില്ല. കാറ്റക്കിസം കട്ട് ചെയ്ത് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടപ്പോ എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? എന്റെ മോന് MBBSന് അഡ്മിഷൻ കിട്ടിയില്ലേ? ബൈബിള് വായിച്ചോണ്ടിരുന്നാലേ അവൻ ഡോക്ടർ ആവൂല. അതിനെ വിവരമുള്ളവരെഴുതിയ പുസ്തകം വായിക്കണം. അതെങ്ങനെയാ? മൂലയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്നവർക്ക് ഇതുവല്ലോ പറഞ്ഞാൽ മനസ്സിലാവോ?
ഡോ, തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. തനിക്കറിയുവോ, അന്ന് എന്നെ കണ്ടപ്പോൾ അവൻ പോക്കറ്റിലേക്ക് ഇട്ടത് മയക്കുമരുന്നിൻ്റെ പൊതിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പുകൊണ്ടാണ് ഞാൻ അവൻ്റെ പോക്കറ്റിൽ കൈയിട്ട് അതെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ മേൽ ചുമത്തിയ കേസ് പോക്സോയ. കടമ മറന്ന് പണത്തിൻ്റെയും പാർട്ടിയുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസിനോട് ജീവിതത്തിൽ ആദ്യമായി അറപ്പ് തോന്നി. 1000 തവണ ഉറക്ക വിളിച്ചു പറഞ്ഞാലും നമ്മളെപ്പറ്റി നമ്മൾ പറയുന്ന സത്യങ്ങളെക്കാൾ കൂടുതൽ ഈ ലോകം വിശ്വസിക്കുക മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. മാഷേ, മാപ്പ്. പോട്ടടോ. നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കണ്ണുകളിൽ ഒരു അധ്യാപകൻ കാണുന്നത് സ്വന്തം മക്കളെ തന്നെയാണ്. നിങ്ങൾക്കറിയുമോ, ചോര പൊരുളുന്ന കോളേജിൻ്റെയും സ്കൂളുകളുടെയും ചുവരുകൾ കാണുമ്പോൾ, കൂടെ പഠിക്കുന്ന സഹപാഠി ജീവന് വേണ്ടി കേഴുന്നത് കാണുമ്പോൾ ചുറ്റും കൂടുന്ന വിദ്യാർത്ഥികളുടെ മുഖത്ത് ഒന്നുകിൽ മൃഗീയ മൗനം, അല്ലെങ്കിൽ അട്ടഹാസം. അരുതെന്ന് പറയുന്നവർക്ക് ഭീഷണി, അല്ലാത്തവർക്കിപ്പോൾ പാർട്ടിയുടെയും പോലീസിൻ്റെയും പ്രൊട്ടക്ഷൻ. കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ മയക്കുമരുന്നിൻ്റെ വിൽപ്പനശാലകളാവുമ്പോൾ ചോദിക്കാനും തിരുത്താനും പേടിയാടോ. ഉത്തരവിടുന്നതും നടപ്പിലാക്കുന്നതും കാട്ടാള നീതിയല്ലേ? പാർട്ടിയുടെയും പണത്തിൻ്റെയും മുമ്പിൽ മലക്കം അറിയുന്ന കാട്ടാള നീതി, അതിൻ്റെ അറിയാടോ ഞാനും. മാഷേ, പണം കൊടുത്ത നീതി വാങ്ങുന്ന എന്നെ പോലുള്ളവർക്ക് കാലം കരുതി വയ്ക്കുന്നൊരു നീതിയുണ്ട്. നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന നീതി. അതിപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചെയ്ത തെറ്റിന് മാഷ് എന്ത് പ്രാശ്ചിത്തം തന്നാലും ഞാനത് ചെയ്യും. സാരമില്ലടോ, തെറ്റുപറ്റുന്നത് മാനുഷികമാ. അത് തിരുത്താനുള്ളൊരു ശ്രമമുണ്ടല്ലോ, അത് ദൈവികമാ. ആ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. മോൻ MBBSന് എത്രാമത്തെ കൊല്ലാ? മാഷേ, എന്തു പറ്റിയിടൂ? അങ്കിളിനെ അറിയോ, പരസ്പരം കുറ്റപ്പെടുത്തിയും കടിച്ചു കയറി സംസാരിക്കുന്ന പാരൻസിനെ കണ്ട ഞാൻ വളർന്നത്. അവരെനിക്ക് പഠിപ്പിച്ചു തന്ന രക്തബന്ധത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും അളവുകോൽ എന്താണെന്നറിയോ അങ്കിളിന്? പണം. എങ്ങനെ നല്ലൊരു മദ്യപാനിയാകാം, എങ്ങനെ ഒരു സ്വാർത്ഥനാകാം, ഇതെല്ലാം ഞാൻ വായിച്ചു പഠിച്ച പാഠപുസ്തകം അങ്കിളെ. എൻ്റെ പാരൻസ്. അവിടെ ദൈവത്തിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരുന്നു. ഞാൻ വളർന്നത് ഒരു വീട്ടിലല്ല അങ്കിളെ, നരകത്തില. നരകത്തിൽ എന്നോട് അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരിക്കൽ പോലും അത് തിരുത്താൻ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് അവരോട് തോന്നിയത് ഒരുതരം അറപ്പും വെറുപ്പോ. പിടയ്ക്കുന്ന നോട്ട് കൊടുക്കുമ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വിശ്വാസവും സ്നേഹവും വാങ്ങാൻ പറ്റാത്തോണ്ടാവും. അത് മാത്രം എനിക്കവർ തന്നില്ല. പണമായിരുന്നു അവരുടെ ദൈവം. കുഞ്ഞെ, അനുഭവങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത കുറച്ച് സത്യങ്ങൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, കാലഹരണപ്പെട്ടു പോകാത്ത ആരുടെയോ പ്രാർത്ഥന കുഞ്ഞിൻ്റെ കൂടെ ഉണ്ട്. അതെൻ്റെ അപ്പച്ചൻ്റെ. കുട്ടിക്കാലം മുതലേ അപ്പച്ചൻ്റെ ശരികളൊക്കെ എൻ്റെ തെറ്റുകളായിരുന്നു. അപ്പച്ചൻ പറയുന്നത് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് കേട്ട ഞാൻ വളർന്നത്. പക്ഷെ അപ്പച്ചനായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കാൻ 6 മാസം എനിക്കിവിടെ കിടക്കേണ്ടി വന്നു. ഇവിടെ വരെ എത്തേണ്ടി വന്നു. പിന്നെ എന്റെ ഭാഷ. മോനെ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ കുറ്റബോധമല്ല അനുതാപമാണ് നമുക്ക് ആവശ്യം. ഇത്ര നേരം സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ മോൻ്റെ തീരുമാനം?
എന്റെ തീരുമാനം എവിടെയെങ്കിലും പോയി ചാവണം. എനിക്കിപ്പോ എല്ലാരോടും വെറുപ്പാ, എല്ലാരോടും. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തീരാറായി. ഞാൻ ഇറങ്ങാ. മോൻ അവിവേകം ഒന്നും കാണിക്കരുത്. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കൂട്ടാൻ വരുമ്പോൾ എല്ലാം മറന്ന് അവരുടെ കൂടെ പോകണം. നോ, അങ്കിള് വേറെ എന്തു വേണേലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. പക്ഷെ ഇത് നിർബന്ധിക്കുന്നില്ല. കഴിയുമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് കുമ്പസാരിക്കാൻ പറ്റൂ കുഞ്ഞിന്. ആരോടാ ഞാൻ കുമ്പസരിക്കേണ്ടത്? അച്ഛന്മാരോടല്ലേ? അപ്പച്ചൻ പറഞ്ഞതുകൊണ്ടാവും. പണ്ടൊക്കെ അച്ഛന്മാരെന്ന് കേൾക്കുമ്പോൾ ദൈവത്തെ പോലെ വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അൽത്താരയിൽ വെച്ച് ഗുണ്ടായുസം കാണിക്കുന്നതും കുർബാനയുടെ പേരിൽ തമ്മിലടിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും കണ്ടവനാ ഞാൻ. അതുകൊണ്ടിപ്പോ അവരോടൊക്കെ ഒരുതരം പുച്ഛവാ, അതിലുള്ള വിശ്വാസവും പോയി. കുഞ്ഞെ, എത്രയോ വിശുദ്ധരായ വൈദികരുണ്ട്. അവരെ ഒന്നും നമ്മൾ കാണാതെ പോകരുത്. ഒരു വൈദികന്റെ കാരുണ്യോ ഇന്നെൻ്റെ ജീവിതം. അദ്ദേഹം പകുത്തുന്ന കിഡ്നിയാ ഇന്നെന്നെ ജീവിപ്പിക്കുന്നത്. സോറി അങ്കിളെ, ഞാനൊരു താന്തോന്നിയല്ലേ, അങ്ങനെ വിചാരിച്ചാ മതി. അങ്കിള് പറഞ്ഞത് ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. മതി. കുഞ്ഞിൻ്റെ അപ്പൻ്റെ അല്ല അപ്പച്ചൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുക. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് തന്നെ പോകണം. പിന്നെ പഠിച്ച് മിടുക്കനായ നല്ല ഡോക്ടറാകണം. ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലിൻ്റെ വിള്ളലിലൂടെ ഒരിത്തിരി വെട്ടമരിച്ചിറങ്ങിയ പോലെ ഒരു തോന്നൽ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇയാൾ എവിടെയാണെന്ന് എങ്ങനെയും കണ്ടുപിടിക്കണം. ഇന്നലെ ഞാൻ വന്നപ്പോ ഒന്ന് ഞെട്ടിയല്ലേ? അതെ, പിന്നെ അമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്തപ്പോ ഓക്കെ ആയി. ട്രെയിൻ ലേറ്റ് ആവുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന പെൺകുട്ടി സിറ്റുവേഷൻ അത്ര ശരിയല്ലെന്ന് കണ്ടപ്പോ ഗൂഗിളിൽ അടുത്തുള്ള കോൺവെന്റ് സെർച്ച് ചെയ്യുന്നു. അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു രാത്രി അവിടെ തങ്ങിക്കോട്ടെന്ന് ചോദിക്കുന്നു. നേരം വെളുത്തപ്പോ അതേ റെയിൽവേ സ്റ്റേഷനില് മദ്യപിച്ച് ലക്കുകെട്ട 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നുള്ള ന്യൂസും വരുന്നു. അതിലിരയാകേണ്ട വേറൊരു പെൺകുട്ടി കോൺവെന്റിൽ സുരക്ഷിതായിരിക്കുന്നു. എന്തുകൊണ്ടാ മോൾക്ക് ഗൂഗിളില് കോൺവെന്റ് സെർച്ച് ചെയ്യാൻ തോന്നിയേ? മനുഷ്യകോലമുള്ള കാമവറിയന്മാരുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന ഈ കെട്ട കാലത്ത് ഒരു കുഞ്ഞനുഭവിക്കുന്ന ഗർഭപാത്രത്തിന്റെ സുരക്ഷിതത്വം എനിക്ക് എവിടെ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. ആണ്, നല്ല സ്പിരിച്വൽ ആണല്ലോ. നോ ഡൗട്ട്. ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ സിസ്റ്റർക്ക്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചാ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതും സർവ്വശക്തന്റെ തണലിൽ കഴിയുന്നതാണെന്ന് പറയുന്ന എന്റെ പാരന്റ്സ്. അയ്യോ സിസ്റ്ററെ, ഇറങ്ങിന്ന് അമ്മയോട് പറയാൻ മറന്നു. ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ്. ഹലോ, മോൾ ഇറങ്ങിയോ? സിസ്റ്ററിനൊന്ന് ഫോൺ കൊടുത്തേ. അമ്മ, സിസ്റ്റർ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒരു ദിവസം ഞങ്ങളെല്ലാരും കൂടി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഹാർട്ടി വെൽക്കം. നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും പറയാം, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. എന്തിന്? കുഞ്ഞുങ്ങളുടെ യാത്രയില് അവർക്ക് വിശ്വാസത്തിന്റെ പൊതിച്ചോറ് കൊടുത്തുവിടുന്നതിന്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. നമുക്ക് കാണാം. തന്റെ മോളും LLBക്കല്ലേ പഠിക്കുന്നേ, തന്നെ റോൾ മോഡൽ ആക്കാതിരിക്കുന്നത് നല്ലത്. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ സർ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ സമൂഹത്തെ ഇന്നത്തെ സിനിമകൾ സ്വാധീനിക്കുന്നില്ല എന്ന അങ്ങയുടെ വാദത്തെ കോടതിയിൽ വെച്ച് ഞാൻ തള്ളിയതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നേ. ഒറ്റ ചോദ്യം, എന്തിനാണ് സർ നമ്മുടെ കുട്ടികളുടെ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നത്? രേഖ മാഡം, ഇത് നമ്മൾ പിടിച്ച കാലമൊന്നും അല്ലല്ലോ. അതല്ലല്ലോ സർ അതിന്റെ ശരിക്കുള്ള ഉത്തരം. ന്യൂജൻ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് എയോട് തന്നെ ചോദിക്കാം. Visual media helps children focus and maintain their attention and help them understand complex topics more easily. അങ്ങനെയാണെങ്കിൽ ബിഗ് സ്ക്രീനിൽ കഞ്ചാവും MDMA ഒക്കെ വലിച്ചു കയറ്റി സിനിമാക്കാരെ കൊന്നും കൊലവിളിച്ചും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കില്ലേ സർ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കണം, പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കണം. ഒരു മലയാള സിനിമയിലെ പാട്ടിലെ ട്രെൻഡിങ് വരികളാ. ചോര കുടിച്ചും ചോര തെറിപ്പിച്ചും മലയാള സിനിമ കോടികൾ വാരുമ്പോ പെറ്റമ്മയുടെ പൊക്കിൾ കൊടിയിലേക്ക് കത്തി കുത്തിക്കയറ്റുന്ന മകനും കുഞ്ഞനിയന് കൊലച്ചോറ് കൊടുക്കുന്ന ഏട്ടനും തോളിൽ കൈയിട്ട് നടന്ന കൂട്ടുകാരനെ തലയ്ക്കടിച്ചു കൊന്ന 10ാം ക്ലാസ്സുകാരനും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് സർ. ജാഗ്രത. കൊലയ്ക്കിരയാക്കപ്പെട്ടവരുടെ അവസാനത്തെ നിലവിളിയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ അടിത്തറയിൽ പതിക്കാതിരിക്കട്ടെ. പോട്ടെ.
എന്താടാ കളിക്കണ? അങ്ങനെയൊന്നും കളിക്കാൻ പറ്റില്ല. നീ വേണമെങ്കിൽ കളി. നമുക്കും കൂടെ പോകായിരുന്നു. എങ്ങോട്ട്? മോനെ കൊണ്ടുവരാൻ. അപ്പച്ചൻ മാത്രം വന്നാ മതിയെന്നല്ലേ അവൻ പറഞ്ഞേ? എവിടെ അയച്ചേ നമുക്ക് പിഴച്ചത്? അവന്റെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തതല്ലേ? എല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തു, ദൈവത്തെ ഒഴിച്ച്. മോനെ, അയ്യോ, സ്വീകരിക്കാൻ എണീക്കണമെന്നില്ല. ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ പണക്കൊഴുപ്പിന്റെ സ്വാധീനം കൊണ്ടോ സൊസൈറ്റിയിലെ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടോ അല്ല. ഉണ്ടായ കാലം മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അപ്പച്ചന്റെ പ്രാർത്ഥന, പിന്നെ ജയിലിലായിരുന്നപ്പോ എന്നെ കുറ്റപ്പെടുത്താതെ എന്നെ കേട്ടോണ്ടിരുന്ന ആ മനുഷ്യൻ. കുഞ്ഞെ, അയാളുടെ പേരറിയോ? എനിക്ക് ആ മനുഷ്യനൊന്ന് കാണണമെന്നുണ്ട്. അറിയില്ല അപ്പച്ചൻ, എന്നെ കേട്ടോണ്ടിരിക്കാൻ സമയം തന്നപ്പോ പേരെന്താന്ന് ചോദിക്കാൻ പോലും ഞാൻ മറന്നുപോയി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കാവ്യവസ്ത്രം ധരിച്ച ഒരു അങ്കിളായിരുന്നു. കാവ്യവസ്ത്രോ? അങ്ങനെ ഒരാൾ കുഞ്ഞിനെ കൂട്ടാൻ വന്നപ്പോ പള്ളിയിലേക്ക് കയറി പോകുന്ന കണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിലേക്കോ? ആ അതെ. അപ്പച്ചൻ ഞാൻ ഇപ്പൊ വരാവേ. ആ പണ്ടൊക്കെ അച്ഛന്മാരെന്ന് കേൾക്കുമ്പോ ദൈവത്തെ പോലെ വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അൽത്താരയിൽ വെച്ച് ഗുണ്ടായുസം കാണിക്കുന്നതും കുർബാനയുടെ പേരിൽ തമ്മിലടിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും കണ്ടവനാ ഞാൻ. അതുകൊണ്ടിപ്പോ അവരോടൊക്കെ ഒരുതരം പുച്ഛവാ, അതിലുള്ള വിശ്വാസവും പോയി. I can Jesus Christ in your eyes. ഫാദർ, എനിക്കൊന്ന് കുമ്പസരിക്കണം. കേരളത്തിൽ മഴക്കാലം ശക്തമായതോടെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. വൈദികരുടെ സ്ഥലമാറ്റ യാത്രയിൽ വേറിട്ടൊരു ആത്മീയ കാഴ്ചയായി ഫാദർ തോമസ് നരിവാലമുണ്ട. ക്രിസ്തു ജയന്തിയുടെ ഈ മഹാജൂബിലി വർഷത്തിൽ കാവ്യ വസ്ത്രധാരിയും നിഷ്പാദകനുമായി കാൽനടയാത്ര നടത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം തീർത്ഥാടന കേന്ദ്രമായ ഉഴവൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരിയായി ചുമതലയേറ്റത്. ദൈവ ആയുസ് എന്നാ എനിക്ക് ഡോക്ടർ ഐവിൻ ജോണിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഫീസ് ഒന്നും വേണ്ടാട്ടോ. അതെന്താടാ അങ്ങനെ? അതെന്താന്നറിയോ, കഞ്ചാവ് കേസിൽ ജയിലിൽ കിടന്ന എന്നെ പോലെ ഒരു താന്തോന്നിക്ക് ജീവിതം തിരിച്ചു തന്നില്ലേ, അതിനൊരു ഫീസ് ഞാൻ അങ്ങോട്ട് തരണ്ടേ? അച്ചു, നമ്മുടെ ഉള്ളുലയുമ്പോ ഇങ്ങനെ ഒരാൾ ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ ദേ ഈ കണ്ണു വെട്ടിച്ച് നമ്മൾ എവിടെയും പോവില്ല.